ഹലോ ചങ്ങന്മാരെ, നമ്മൾ ക്ലൈൻറ്റ് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കട്ടോ. പക്ഷെ അത് വെക്കാനൊരു സ്ഥലമല്ല. അപ്പോൾ നമ്മൾ വെക്കണത് എവിടെയാണെന്ന് വെച്ചാൽ അടുക്കള ഭാഗത്ത് ആ തിണ്ടുമ്മയായിട്ട് വെക്കണത്. പക്ഷെ അവിടേക്ക് വാട്ടർ കണക്ഷനോ അല്ലെങ്കിൽ കറണ്ട് കണക്ഷനോ അതിൻ്റെ വേസ്റ്റ് ഒഴിവാക്കാനുള്ളൊരു സംവിധാനമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കണ്ടോ കേട്ടോ. ഓക്കെ, അപ്പോൾ വാട്ടർ കണക്ഷന് നമ്മൾ എടുക്കുന്നത് സിങ്കിക്ക് കയറിയ ഒരു പൈപ്പ് ഉണ്ട്, പഴയ പ്ലംബിങ് കേട്ടോ. അപ്പോൾ ഈ പൈപ്പിൽ നിന്ന് നമ്മൾ ഓപ്പൺ അടിച്ചെടുക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ആ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ശരിക്ക് ചുരണ്ടി കളയണം. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർ ബോണ്ട് ഒട്ടൂല കേട്ടോ. അപ്പോൾ നല്ലോണം ക്ലിയറായി കളയണം. ഒരു ടീ കയറാനുള്ളൊരു അകലം കണ്ടാണ്ട് ക്ലാമ്പുമ്പോൾ താഴത്ത് ഇറക്കാണ്ട് ഇതേപോലെ കട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം വെള്ളം കുറച്ചിട്ട് അത് പോകോളം വെയിറ്റ് ചെയ്യും. ഒറ്റക്കായതുകൊണ്ടേ മുഴുവൻ ഭാഗങ്ങളും കാണിക്കാൻ കഴിയുന്നില്ല കേട്ടോ. വീഡിയോ എടുത്ത് കുത്തിരുന്നാൽ പോരല്ലോ, പണി കൂടി എടുക്കണ്ടേ. ഇനി ഒരു വാഷിംഗ് മെഷീൻ ടാപ്പും കൂടിയും ഫിറ്റ് ചെയ്താൽ ഇവിടുത്തെ പണി കഴിഞ്ഞു കേട്ടോ. വാട്ടർ ലൈനിൻ്റെ പണി കഴിഞ്ഞു. ഡിയോടെക് പറഞ്ഞൊരു കമ്പനിയാണ്, കുഴപ്പമില്ല, ഒരു ആവറേജ് നല്ല ടാപ്പ് കേട്ടോ. ടൈറ്റ് ചെയ്യുമ്പോൾ PVC ടാപ്പാണെന്നില്ല ഓർമ്മ വേണം കേട്ടോ. തിരിച്ച് പൊട്ടിക്കരുത്. ഒരു ഭാഗത്തെ ടൈറ്റ് ആകുമ്പോൾ നിർത്തിയാൽ മതി, ലീക്കൊന്നും എടുക്കൂല. അപ്പോൾ വാട്ടർ ലൈനൊക്കെ സെറ്റായി കേട്ടോ. വാഷിംഗ് മെഷീൻ ടാപ്പൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇല്ല പണി പറഞ്ഞാൽ വേസ്റ്റും അതേപോലെ കറണ്ട് കണക്ഷനും റെഡിയാക്കണം. അപ്പോൾ ഇനി നമ്മൾ ഈ ബോക്സ് ഫിറ്റ് ചെയ്യലാട്ടോ പണി. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം അപ്പുറത്തൊരു സ്വിച്ച് ബോർഡ് ഉണ്ട്, അതിനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഫിറ്റ് ചെയ്തിട്ട് ഇതിക്ക് വയർ വലിക്കണം. അങ്ങനത്തെ ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. അപ്പം വയറൊക്കെ വലിച്ച് ഒക്കെ സെറ്റാക്കി കേട്ടോ. ഇനി അപ്പുറത്തെ ബോക്സിലും കൂടി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇവിടെ ഫുള്ള് ബ്ലാക്ക് വയറാണ് കേട്ടോ ഇവിടെ നമ്മൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വലിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. 4 സ്ക്രൂവും കൂടി മുറുക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ ഈ സ്വിച്ച് ബോർഡിൽ നിന്നാണ് നമ്മൾ ലൈൻ എടുക്കുന്നത് കേട്ടോ. പഴയ സ്വിച്ച് ബോർഡാണ്, ഒക്കെ മാറ്റാനയക്കുന്നത്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വാഷിംഗ് മെഷീൻ കൊടുന്ന് വെച്ച് ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ്. ഇതിൻ്റെ വേസ്റ്റ് വെള്ളം നേരെ കൊട്ടത്താളത്തേക്ക് കണ്ടിട്ടേക്കണ്, നിലത്ത് കൂടെ ചാല് കയറി ഇട്ടേക്കാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടി കേട്ടോ.